തഅലീമിന് വേണ്ടി മുഖം നോക്കാം. അജ്നബിയത്തിൻ്റെ അമ്രത വൗൽഫ തഅലീമിന് വേണ്ടി ആരെയൊക്കെ നോക്കാം? അമ്രദിനെയോ കമാ സറഹ ബിഹി അസിയാഖു. മുസന്നിഫ് അമ്രദിൻ്റെ കാര്യവും പെണ്ണിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണമല്ലേ ഇത്? അപ്പൊ ആരെയും ഷാമിലാക്കി. ഖിലാഫൻ ലിമാ യൂഹിമുഹു കലാമു ശാരിഹിൻ. ഒരു ഷാരിഹിന്റെ കലാമ് തോന്നിപ്പിച്ചതിന് മാറ്റമായിട്ട് ആ തോന്നിപ്പിച്ചത് എന്താണ്? മിൻ ഇഖ്തിസാസിഹി ബിൽ അംറദീൻ വതഅലീമിൻ എന്ന പോസ്റ്റ് ആരെ കൊണ്ട് ഖാസാണ്? ആരെ കൊണ്ട് ചർച്ചയില്ല. പെണ്ണിന് അങ്ങനെ ഒരു മേഖലയില്ല പോലും. പെണ്ണിനെ ആണ് പഠിപ്പിക്കലോ ആണിനെ പെണ്ണ് പഠിപ്പിക്കലോ ഇസ്ലാമികമല്ല. കലാമു ശാരി എന്ന് പറഞ്ഞത് മഹല്ലിമാമ പറഞ്ഞത്. തഅലീമിൻ എന്ന മത്തിന് വഹുവലിൽ അംറദി ഖാസ 3212. അത് ഒട്ടും സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ പറഞ്ഞത്. ഖിലാഫൻ ലിമാ യൂഹിമുഹു പറഞ്ഞു എന്ന് പോലും അല്ല പറഞ്ഞത്. യൂഹിമുഹു കലാമു ശാരിഹിൻ തങ്കീറാക്കിയിട്ട് ആ തോന്നിപ്പിച്ചതായ ഒന്നെന്താണ്? മിൻ ഇഖ്തിസാസിഹി തഅലീമിൻ എന്ന ആ മത്തിന് കുത്തകയാണെന്ന് ആരെ കൊണ്ട്? മഹല്ലി എന്താ വാദിച്ചെന്നറിയാവോ? അമ്രദിനെ നോക്കാൻ പാടില്ല, പെണ്ണിന്റെ മാതിരിയാണെന്ന് മുസന്നിഫ് പറഞ്ഞു പോലും. എന്നിട്ട് പ്രക്ഷോഭമായി പോലും. അപ്പൊ അമ്രദിനെ പഠിപ്പിക്കേ വേണ്ടെന്നാ? എനിക്ക് ആണിൻ്റെ അടുത്തൊന്നും പഠിച്ചൂടാ പെണ്ണിൻ്റെ അടുത്തൊന്നും പഠിച്ചൂടാന്നായില്ലേ? ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരികെ കയറ്റി പോലും. തഅലീമിൻ എന്നത് അത് ആരെ കൊണ്ട് ബാധിക്കുന്നതല്ല, പെണ്ണിനില്ല. പെണ്ണിനെ പഠിപ്പിക്കൽ അങ്ങനെ ഒരു ചരിത്രം തന്നെ ഇല്ല പോലും. ഇല്ല. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായത്തിയ പെണ്ണ് മതിയാക്കി പോലും. പിന്നെ സൗജിൻ്റെ അടുത്തുനിന്നോ മെഹറമിൻ്റെ അടുത്തുനിന്നോ പെണ്ണിൻ്റെ വർഗത്തിൽ നിന്നോ പഠിച്ചു കൊള്ളണം പോലും. അങ്ങനത്തെ ഒരു ദഖിൽ തന്നെ ഇല്ല എന്നാ പറയുന്നത്. പെണ്ണിന് ആണിൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുന്നത് അതിനെ ഗണ്ണിക്കാനാണ് ഈ പറഞ്ഞത്. 3212 കണ്ടോ? 3212 തഅലീമിൻ എന്ന മത്തിന് ലിൽ അംറദി ഖാസ ആരെ കൊണ്ട് കുത്തകയാണ്? പെണ്ണിനെ തഅലീമാക്കുന്ന ഒരു വിഷയം മസ്അലത്തു തഅലീമി കണ്ട മസീദത്തുൻ അല റൗളത്തി വഅസ്ലിഹാ വൽ ഖസ്തു ബിഹാ തഅലീമുൽ അംറദി ഖാസ ഫഇന്നഹു ലമ്മാ ഖാല ബിഹുർമത്തിൻ നദരി ഇലൈഹി അംറദിനെ നോക്കൽ ഹറാമാണ് മുത്ലഖൻ വലാ ഗിനാലിൽ മുർദിയൻ തഅല്ലുമിൽ വാജിബാത്തി വഗൈരിഹാ. പഠിക്കാതെ രക്ഷ ഇല്ല ആർക്ക്? അംറദീങ്ങൾക്ക്. വലാ യതഅത്താ തഅലീമുഹും ബിദൂനി നദരി ഇലൈഹി ذكر جوازه لذلك كما صرح به في فتاواه وفي شرح مسلم. അതാണ് ഖിലാഫ് എന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, അമ്രദിനെയും നോക്കാം ഉൻസയെയും. ഷുറൂത്തുകൾ വേണ്ടത്രണ്ട്. ഖാല സുക്കിയു വഗൈറുഹു ഹാദിഹി വതഅലീമിൻ എന്ന ഈ മത്തിന് മിൻ തഫറുദാത്തിൽ മിൻഹാജിന്റെ തഫറുദാത്തിൽ പെട്ടതാണ്. അടിസ്ഥാന കിതാബുകളിൽ വതഅലീമിൻ എന്ന മത്തിനില്ല. പ്രധാനപ്പെട്ട കിതാബുകളിൽ പെണ്ണിനെ പഠിപ്പിക്കാൻ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ടോ? മിൻ തഫറുദാത്തിൽ മിൻഹാജി എന്ന് പറയുമ്പോൾ ഒരു കിതാബിലും ഇല്ല എന്ന് തോന്നിപ്പോവില്ലേ? അർത്ഥം മിൻഹാജിന്റെ അടിസ്ഥാന കിതാബുകളായ റൗളയിലും അസ്ലു റൗളയിലും ഇല്ല, ഒന്നിലും ഇല്ല എന്നല്ല. ഇല്ല ദൂന റൗള വാസ്ലിഹ എന്ന് കൈത് കൂട്ടാൻ കാരണം ഫഹിയ
ഈ ഇബാറത്ത് ഫീ ശറഹി മുസ്ലിം ഇതിലുണ്ട്. അൽ ഫതാവ നവവി ഇമാമിന്റെ ഫതാവയിൽ പിന്നെ ഒന്നിലും ഇല്ല എന്ന് പറയുന്നു. മിനാജുമായി ബന്ധമുള്ള കിതാബുകളിലില്ല, റൗദയിലില്ല, അസ്ലു റൗദയിലില്ല എന്നാണ് പറഞ്ഞതിന്റെ മുറാദ്. വൈന്നമായ തഅലീം അംഗീകൃതമാകുന്നത് തഅലീമിന് വേണ്ടി നോക്കൽ ജായിസാണ് എന്ന് പറഞ്ഞില്ലേ, അത് ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു അവിടെ മാത്രമാണ് എന്നാണ്. ഫർദ് കിഫായ ഇല്ല എന്നല്ല പോലും, ഫർദ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫർദ് കിഫായനെ നിങ്ങൾ പുറത്താക്കണ്ട. കരികപ്പാർ ഉസ്താദും സൈദാലി ഉസ്താദും രംഗത്ത് വന്ന് 342 ഫർദിനെന്ന് പറഞ്ഞെടുത്ത് ഐനിക്ക് കൊണ്ടെന്തിനാ കൈതാക്കേണ്ട ആവശ്യം? അതുകൊണ്ട് ഏതും ശാമിലായിട്ടുണ്ട്. കുറച്ചുകൂടെ വിശാലമാക്ക് പോലും. മാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു എന്നാ ഐനിയം കാനൗ കിഫായിയ്യൻ 342 കരിങ്കപ്പാറ 342 രണ്ടിനെയും ശാമിലാക്ക്. നന്നേ ടൈറ്റാക്കല്ല. ഈ കണക്കനുസരിച്ച് 5ാം ക്ലാസ് വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്ക് കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായമായില്ലേ. ഐനിയം കാനൗ കിഫായിയ്യൻ സൈദാലി ഉസ്താദിന്റെ കയ്യിലുണ്ട് 342. നന്ന ടൈറ്റാക്കി കളയല്ല. വൈന്യമായ എന്ന് പറഞ്ഞ മേത്തോ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി മുഖം തുറന്നിടാന്ന് പറഞ്ഞത്. ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു ഖൽ ഫാത്തിഹ ഫാത്തിഹ പോലെ ആ മിസാല് കണ്ടിട്ടാണ് ചിലയാൾ ടൈറ്റാക്കിയത്. ഖൽ ഫാത്തിഹ ഫർദ് കിഫായന്റെ മിസാല് കൊടുത്തില്ലല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് മയ്യിത്ത് നമസ്കാരത്തിൽ പറയുക. വമാ ഒന്നും യതഅയ്യനു ഫീഹി ദാലിക എന്താ എങ്ങനെ അർത്ഥം വെക്കണ്ടി? വമാ ഒന്നും യതഅയ്യനു വേണ്ടി വരും ഫീഹി ആ ഒന്നിൽ ദാലിക ഇത് ഈ ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു വമാ യതഅയ്യനു ഫീഹി ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു കൽ ഫാത്തിഹ. വമാ ഫീമാന്റെ മേലത്തെ ഫിൾക്ക് ഒന്നിലും യതഅയ്യനു ഫീഹി ഒന്നിൽ തഅയ്യനാവും ദാലിക തഅല്ലുമും തഅലീമും ആ ഒന്നെന്തിനാൽ നഹ്വ് സർഫ് ഉച്ചാരണം ശരിയാക്കണ്ടെങ്കിൽ കുറച്ച് പുറത്തുനിന്ന് എടുക്കണ്ടേ. മിനസ്സനായി അൽ മുഹ്താജി ഇലൈഹ മറ്റ് വിദ്യാഭ്യാസങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടണ്ടേ സർഫ് പുറത്ത്. വമായതയ്യനു ഫീഹി എന്ന് പറഞ്ഞാൽ ഫീഹി അമ്രതിൽ വേണ്ടതായ ഒന്ന് പോലും അമ്രത് എന്തോ ഒരു പ്രവൃത്തി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പോലും അതിന് വേണ്ടത് അങ്ങനെയല്ല. വമാ ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു വമാ യതഅയ്യനു ഫീഹി ദാലിക തഅല്ലുമും തഅലീമും അവിടെ വേണ്ടി വരും. അങ്ങനെയുള്ള മേഖല അതായത് തജ്വീദ് ശരിയാക്കൽ സർഫ് നഹ്വ് അതാണ് മിനസ്സനായി അൽ മുഹ്താജി ഇലൈഹ. ആണ് പെണ്ണിനെ പഠിപ്പിക്കൽ ജായിസാകണ്ടിക്കൽ ഒന്നാമത്തെ ഷർത്താ പറഞ്ഞത് ഫീമാ യജിബു തഅല്ലുമുഹു വ തഅലീമുഹു നിർബന്ധമായ വിഷയമായിരിക്കണം. അത് തന്നെ ബിശർത്തി ഫഖ്ദി ജിൻസിൻ വ മഹറമിൻ സ്വാലിഹിൻ. സ്വാലിഹിൻ രണ്ടിലേക്കും ആര് പെണ്ണിന് പെണ്ണില്ലാതിരിക്കണം, മെഹറമും ഇല്ലാതിരിക്കണം. മെഹറമായ ആണ്. പെണ്ണിനെ തന്നെ കിട്ടുമെങ്കിൽ പെണ്ണ് മതിയല്ലോ, പെണ്ണിൽ നിന്ന് തന്നെ പഠിക്കാലോ. സ്വാലിഹിൻ രണ്ടിലേക്കും വെക്ക് എന്താവും? സ്വാലിഹ് പഠിപ്പിക്കാൻ കൊള്ളുന്നേന്ന് നമ്മൾ സാലിയാത്ത അറിയുന്നു. പിന്നെ ഫഖ്ദി ജിൻസിൻ വ മഹറമിൻ സ്വാലിഹിൻ ലിതഅലീമീൻ. മഹറം എന്ന് പറഞ്ഞാൽ മഹറമായ ആണാണ്. പിതാവിനെ പോലെ സൗജിനെ പോലെ അല്ല, സൗജ് വേണ്ട, സൗജിനെയും ഇവിടെ എണ്ണാൻ പറയുന്നുണ്ട്. സൗജ് പഠിപ്പിച്ചാൽ മതിയാവുമെങ്കിൽ അങ്ങനെയും വേണ്ടേ.
മെഹറം എന്ന് പറഞ്ഞാൽ സഹോദരൻ, കാരണോറ്, പിതാവ്, ഏട്ടൻ, അനിയൻ, ഇളയപ്പ, മൂത്താപ്പ. അതിൻ്റെ കൂടെ ഒന്നും കൂടെ എണ്ണാനുണ്ട് പോലും, സൗജും ഇല്ലാതിരിക്കണ്ടേ. സ്വാലിഹിൻ എന്ന കൈത് കൊണ്ട് എന്തായി? പഠിപ്പിക്കുന്ന ആള് വേണ്ട പോലെ പഠിപ്പിക്കൂല പോലും. എന്നാൽ ഈ ഷർത്ത് ഒപ്പിക്കേണ്ടതില്ല. വൈന്നമായ ഹത്താജുലി ഹാദിഹി ശുറൂത്തി ഹൈസു ലം യകുൻ ഗൈറു മൻ തവഫറത് ഫീഹി അംഹറ. ഈ ഷർത്ത് ഒക്കാത്തവനാണ് ഏറ്റവും പഠിപ്പിക്കാൻ തരപ്പെട്ടവൻ എന്നാൽ ഒഴികെയാണ്. അലാമാ ഖദ്ദമുഹു ഫിൽ ഇലാജി, ചികിത്സക്കെത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ജിൻസ് മാറിയാലും പോവാം. ഈ ഷർത്ത് ഒപ്പിക്കാണ്ടും പോവാ കേട്ടാ. അടുത്ത ഷർത്ത് പഠിപ്പിക്കൽ മുഹാലാവണം. മിമ്പറായി ഹിജാബി, മാർക്ക് പിന്നിൽ നിന്ന് ശബ്ദം കേട്ടാ മതിയാവുമെങ്കിൽ അങ്ങനെ തന്നെ വേണ്ടേ അല്ലേ. വൗജൂദിമാനി ഖൽവ, ഖൽവത്തായും കൊണ്ടാണ് കൊണ്ടും പഠിക്കാൻ പോകണ്ട. മാനുവൽ ഖൽവ വേണം എപ്പോഴും. പഠനത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ത് വേണം? മാനുവൽ ഖൽവ. അഖ്ദം മിമ്മാ മർറ ഫിൽ ഇലാജീൻ. ഈ ഷർത്താണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇലാജിൽ പറഞ്ഞ ഷർത്ത് തന്നെ അല്ലത്. 202 202 ഇലാജ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. വുജൂബില്ലാത്ത ഒന്നിനു വേണ്ടി പഠിപ്പിക്കാനേ പാടില്ല ഒരിക്കലും. മുഖം നോക്കാൻ യാതൊരു പഴുതും ഇല്ല എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നു. ഫർദ് കിഫായ, ഫർദ് ഐനല്ലാത്ത ഒന്നിന് എന്തില്ല, പഠിപ്പിക്കാനും അതുമില്ല. ഇല്ല 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 ഇല്ല. കമാ യദുല്ലു ലഹു ഖൗലുൽ ആതി ഫി സ്വദാഖി. സ്വദാഖിലുണ്ടല്ലോ ഒരു ഖൗല് 411. ഒരു മനുഷ്യൻ പെണ്ണിന് മഹർ പറഞ്ഞത് തഅലീമുൽ ഖുർആൻ. അങ്ങനെ ഇവൻ പിരിഞ്ഞു പോലും. എന്നാൽ അതിന് പകരം എന്തെങ്കിലും കൂലി കൊടുത്തേക്ക്, ആരെങ്കിലും വേറെ ആരെങ്കിലും പഠിപ്പിക്കാനുള്ള കൂലി. തഅസ്സറ തഅലീമുഹു 411 കമാ യദുല്ലു ലഹു ലാ ഫീമാ ലാ യജിബു എന്ന് അറിയിക്കുന്നുണ്ട്. ഖൗലുഹു സ്വദാഖിൽ എന്ത്? തഅസ്സറ തഅലീമുഹു എന്ന വാക്ക്. അവിടെന്താ 411 അല്ല, അവിടെ എങ്ങനെ അറിയിച്ചത്? അന്നൽ മർഅത ലാ യജിബു അലൈഹാ തഅല്ലുമുൽ ഖുർആൻ. പെണ്ണിന് ഖുർആൻ പഠിച്ചു തീർക്കൽ എന്തില്ല, വുജൂബില്ല. ഫലോ ജാസൻ നദറു തഅലീമി മാ ലാ യജിബു, മാ ലാ യജിബുവിന് വേണ്ടി നോക്കൽ ജായിസാണെങ്കിൽ ലം യതഅസ്സർ തഅസ്സുറാവോ മാ അന്നഹു ഹകമ ബിതഅസ്സുരിഹി. തഅസ്സുറാണ്, അതുകൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്ക് എന്നാ പറയുന്നു. വേറെ ആരെങ്കിലും പഠിപ്പിക്കാൻ അറേഞ്ചാക്ക്, ഇവൻ പോണ്ട. ഇപ്പൊ എന്തായി? പഠിപ്പിക്കാൻ പറ്റൂല. മാലായിജിബ് പഠിപ്പിക്കാൻ പാടില്ല എന്നതിനെ ഇല്ലത്ത് പറഞ്ഞു. അറാഫി അയ്യു ബിഖശിയത്തിൽ വുഖൂഇ ഫി തുഹമത്തി വൽ ഖൽവത്തിൽ മുഹറമാൻ. ഇല്ലത്ത് പറഞ്ഞത് എന്താ? ബിഖശിയത്തിൽ വുഖൂഇ ഫി തുഹമ തെറ്റിദ്ധാരണയിലൊക്കെപ്പെടും. വൽ ഖൽവത്തിൽ മുഹറമ. അപ്പൊ എന്താ? അല്ല, അതാണ് കാരണം പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് തഅസ്സറ തഅലീമുഹു പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ തഅസ്സറ തഅലീമുഹുവിന്റെ അടുത്ത് കടുപ്പം ജാസ്തിയാണ്. സാധാരണ പെണ്ണിനെ പറ്റിയല്ല പോലും പറഞ്ഞത്. ഇതിന് എത്രയോ കാലം ബന്ധപ്പെട്ട ഒരു പെണ്ണാണത്. അവളടുത്ത് ഇനി പഠിക്കാൻ പോയാൽ മുമ്പേത്തെ ഓർമ്മക്ക് ഉണ്ടാവും. അതുപോലെ കയറുന്നത് ആരും തടയാനും ഉണ്ടാവില്ല. ഇത് സൗജല്ലേ എന്നുള്ള വിചാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പോലും പറ്റേ അവിടെ മുടങ്ങിയത്. അത്ര വലിയ മുടക്കം മറ്റുള്ള ആളെ കാര്യത്തിൽ ഇല്ല പോലും. ഭയപ്പാടും സൂക്ഷ്മതയും ഉണ്ടാവും പോലും. സദാഖിന്റെ വാവിൽ 411 പറഞ്ഞത് കൊണ്ട് എല്ലായിടത്തും പിടിക്കാൻ പാടില്ല എന്നാ പറയുന്നു. എന്താ അവിടെ
ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് ഉം. ചിലപ്പോ പഴയ ഓർമ്മയില് ഉം. തെറ്റിദ്ധാരണക്ക് സാധ്യത. അതെ, ബന്ധപ്പെടലും ഉണ്ടാകും. അതുപോലെ മാനിയായിട്ട് ആളും വരൂല. ഹൽവത്തിൽ അകപ്പെട്ടു. കണ്ടാ അന്നൽ മൃഗത്തിലായി വലിയ താലിമുൽ ഖുർആൻ എന്നാവും. കണ്ടാ തഅദ്ദറ തഅലീമുഹു എന്ന് പറഞ്ഞു. തഅലീമുൽ മുതല്ലിഖി ലിൽ മുതല്ലഖത്തീൻ വമുഖാബിലുഹു. വമുഖാബിലുഹു ഏതിന്റെ മുഖാബില? തഅദ്ദറ തഅലീമുഹു എന്ന് പറഞ്ഞില്ലേ, അടുത്ത മുഖാബില യുഅല്ലിമുഹാ മിൻ വറാഇ ഹിജാബി ബിഗൈരി ഖൽവത്തിൻ. അപ്പൊ ഫൽവജിഹാനി അസഹായാൽ സാനിയായാലും മുത്തഫിഖാനി അലാ തഹരീമിൻ നദരീൻ. നോക്കല് രണ്ടാളും ഹറാമാണെന്ന് തന്നെ പറയും. തീരെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. തഅദ്ദറ തഅലീമു എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നാണ്. തീരെ ഇല്ല. അത്രത്തോളം അസഹിന്റെ മുഖാബിലക്കാർ പറയുന്നില്ല. അസഹിന്റെ മുഖാബിലക്കാർ പറഞ്ഞ എന്താണ്? മഹർ പറയപ്പെട്ട പെണ്ണിന് തഅലീമുൽ ഖുർആൻ പഠിപ്പിക്കാം. മിമ്പറായി ഹിജാബ് മിമ്പറായി ഹിജാബായി പോണോ? അപ്പോ ഫൽവജിഹാനി അസഹാവട്ടെ അസഹിന്റെ താനിയാവട്ടെ മുത്തഫിഖാനി രണ്ടും ഏകോപിച്ചല്ലോ. അലാ തഹരീമിൻ നദരീൻ. ഇൻതഹാ സൂഖി ഇമാം പറഞ്ഞത് തീർന്നു. എന്നാൽ വഖാല ജംഉൻ, അതാണ് മുഗ്നി നിഹായ മുഅ്തമദാക്കിയത്. വഖാല ജംഉൻ എന്ന് പറഞ്ഞത് ലാ യതഖയ്യദുൽ ഹില്ലു ബിൽ വാജിബി. ആദ്യം തന്നെ അംഗീകരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കാലഘട്ടത്തിനനുസരിച്ച് ഒരു കൗലുണ്ട്. മുഗ്നി നിഹായ അംഗീകരിച്ചു. ഇങ്ങനെ ഹലാലാണ്, ഈ ഡിമാൻഡോട് കൂടെ പഠിപ്പിക്കൽ ഹലാലാണ് എന്ന് പറഞ്ഞതിൽ വാജിബ് എന്നില്ല എന്ന് ഉണ്ട്. വാജിബ് എന്നുണ്ടോ? ഇല്ല. ഇപ്പൊ മഹറമിൽ ഒരു മാസം സ്കൂൾ പോകാൻ പറ്റില്ല. വാജിബ് എന്നുള്ള കൈതില്ല. മറ്റിടത്ത് അങ്ങനെ വരും. മറ്റു ഷർത്തുകളെല്ലാം ഇല്ലേ? മഹറമായ ഭർത്താവ് ഇപ്പൊ മാസാണെങ്കിൽ പറ്റൂല തന്നെ വരും. അന്നേരം പിന്നെ മറ്റേ അംഹറിന്റെ കേസ് എടുക്കണം. അംഹർ ദൗജ് അല്ലെങ്കിൽ ഇവന്റെ ബന്ധു അല്ലെങ്കിൽ ഇവന്റെ ഇവളുടെ അതേ ജിൻസിൽപ്പെട്ട ആള് പഠിപ്പിക്കാൻ പോരാ, മറ്റേ ആളെ കൊള്ളുള്ളൂ എന്നുള്ളിടത്താവുമ്പോ മാറിക്കൂടെ? ഷർത്ത് പാലിക്കണ്ടാന്ന്. ഫറഖു അവർ വ്യത്യാസം പറഞ്ഞു. ബൈന ഹാദ ഈ പറഞ്ഞ മസലന്റെ ഇടയിലും മാഫി സദാഖി, പിന്നെ സദാഖിന്റെ അടുത്ത് തീരെ പാടില്ല എന്നല്ലേ പറഞ്ഞു. അവിടെ കുറച്ച് ഊക്ക് കൂട്ടിയതാന്ന് പോലും. പഠിപ്പിക്കൽ വുജൂബില്ലാത്തതല്ലേ ആടെയും പഠിപ്പിക്കുന്നു. അവിടെ തീരെ പറ്റൂല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവൻ ഹാജർ പറഞ്ഞ പോലെ തീരെ പറ്റൂല വരണ്ടേ? അല്ല, വ്യത്യാസമുണ്ട്. സാധാരണ സ്ത്രീകളും ഇവൻ തലാഖ് ചൊല്ലി പിരിച്ചുവിട്ട പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെയാണ് തീരെ പറ്റാത്തത്. എവിടെ പറ്റും പോലും. മന്ദൂബായ ഇൽമിന് വേണ്ടിയും അന്യപുരുഷൻ നോക്കാം. ഹലാല ഇൽമില്ല എന്നല്ലേ പറയുന്നു. മന്ദൂബ് ഫർദ് അല്ലാണ്ട് വേറെ ഇല്ലല്ലോ ഇൽമ് അല്ലോ. അവർ എന്ന് പറഞ്ഞാൽ ഈ ജമ്മ് ഫർക്ക് പറഞ്ഞു. ബൈന ഹാദ ഇവിടെ പറഞ്ഞ മസലന്റെ ഇടയിലും എന്താ പറഞ്ഞത് വുജൂബില്ലാത്ത ഒന്നിനെ പറ്റി അവിടെ സുന്നത്ത് പഠിപ്പിച്ചുവിടാന്ന് പറഞ്ഞു. ഇവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. തലാഖ് ചൊല്ലിയ ആള് തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് പഠിപ്പിക്കൽ ആ തഅലീമിനോടൊപ്പം വരും. അത്തമാഴും പണ്ടേ ഇണങ്ങിച്ചേർന്ന പെണ്ണല്ലേ ഇത്. അപ്പൊ എന്ത് വരും?
ലിസബഖി മുഖരിബിൽ ഉൽഫ, മുൻകടന്നത് കൊണ്ട് ഉൽഫത്തിന്റെ മുഖരിബ് നിക്കാഹ് ചെയ്തതല്ലേ, ഉൽഫത്തിന്റെ മുഖരിബ് മുൻകടന്നില്ലേ. ബിഖിലാഫിൽ അജ്നബിയ്യീൻ, ആർക്ക് മാറ്റമായിട്ട് ഈ പെണ്ണിനെ കാണുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്തിട്ടുണ്ടാ, അപ്പൊ ഉൽഫത്തിന്റെ മുഖരിബ് ഉണ്ടാ. പിന്നെ മാനിയെ കുറയുമെന്ന ഇല്ലത്തും പറയുന്നുണ്ട്. മാനിയെ അന്യ പെണ്ണിന്റെ അടുത്ത് കയറി പിടിക്കുമ്പോ തടയാൻ ആളുണ്ടാവും, സൂക്ഷിക്കാൻ ആളുണ്ടാവും. ഇതോ ശ്രദ്ധിക്കുകയും ചെയ്യും, അങ്ങനെ വരൂല. വലൈഹി, ഈ ജംഇന്റെ ഖൗലനുസരിച്ച് ഫലാ ബുദ്ദ മിൻ തൽക ശുറൂത്തി, വാജിബ് പഠിപ്പിക്കുന്നിടത്ത് പറഞ്ഞ എല്ലാ ഷർത്തും ആടെയും വരും. അത് വേണമെന്ന് ഇവരും പറയുന്നുണ്ട് സുന്നത്ത് പഠിപ്പിക്കുന്നിടത്തും. അല്ലാഹിറുൻ അന്നഹാ ലാ തുഅതബറു ഫിൽ അംറദി, ഇത്രത്തോളം ഷർത്ത് എവിടെ? തിൽക ശുറൂത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷർത്തുകൾ 204 പറഞ്ഞ ഷർത്ത് വേണമെന്ന് പറഞ്ഞു. അല്ലാഹിറുൻ അന്നഹാ ലാ തുഅതബറു ഫിൽ അംറദി കമാ അലൈഹിൽ ഇജ്മാഉൽ ഫീലിയൂൻ. പക്ഷെ ഒരു ഷർത്തും ഇല്ല എന്ന് തോന്നിയും വേണ്ട, ഒരു ഷർത്തുണ്ട് പോലും. വയത്തജിഹു ഇസ്തിറാത്തുൽ അദാലത്തി ഫീഹിമാ, മുഅല്ലിമിലും മുതഅല്ലിമിലും എന്ത് വേണം? തെറ്റിലേക്ക് എടുത്തു ചാടുന്നവർ ആവരുത്. അങ്ങനെയുണ്ട്. കൽ മംലൂക്കി, മംലൂക്ക് നോക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ടല്ല, മംലൂക്ക് സയ്യിദത്തിലേക്ക് നോക്കുന്നിടത്ത് വല്ലൗല, അവിടുത്തെ ഞാൻ കാണാൻ കണ്ടീഷനായിട്ട് ഷർത്ത് കടവരും തീരെ ഇല്ല എന്നല്ല. കാമത്തിൻ, അടിമ സ്ത്രീയെ പോലെ യുരീദു ശിറാഹ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ചെക്ക് ചെയ്യാണ്ട് വാങ്ങാൻ കഴിയോ? അടിമ സ്ത്രീയെ വിൽക്കാൻ കൊണ്ടുവന്നു അല്ലേ? നോക്കാം ഔറത്തഹ, ഔറത്ത് എന്ന് പറഞ്ഞാൽ മറ്റേ വലിയ ഔറത്ത്, മുട്ടും പൊക്കളും അവയ്ക്കിടയിൽ അല്ലാത്തത് ഇവൻ ചെക്ക് ചെയ്യാം. ഇവൻ വില കെട്ടിയിട്ട് വാങ്ങാൻ ആരെ? ഹാക്കിമീൻ. അതുപോലെ ഹാക്കിമീനെ നോക്കാം. യഹ്കുമു ലഹാ ഔ അലിഹ ഔ യുഹല്ലിഫുഹ, ആ സമയത്ത് എന്താക്കാം? ഇന്നമാ യജൂസു നദറു ഫീ ജമീഇ മാ വറ, ഇത്തരം സ്ഥലങ്ങളിൽ എന്താക്കി നോക്കൽ ജായിസാക്കിയത് ഹാജത്തിന്റെ ഖദർ മാത്രം. അതിനെ കാണാൻ ഒരു രോമം പോലും അധികം നോക്കാൻ പറ്റോ? ഫലാ യജൂസു അൻ യുജാവിസ മാ യഹ്താജു ഇലൈഹി, എന്താണ് അതിനേക്കാൾ വിട്ടുകിടക്കൽ ജായിസാവൂല. അതന്നെ ഞാൻ കാണാൻ മറത്തും പറ്റൂല. ഒരിക്കൽ നോക്കിയാൽ മതിയാവുമെങ്കിൽ രണ്ടാം നോട്ടം പറ്റോ? ആ നോക്കുന്ന മയല് വിട്ട് കിടക്കലും പറ്റൂല, നോക്കുന്ന എണ്ണം വിട്ട് കിടക്കലും പറ്റൂല. അത്യാവശ്യത്തിന് വേണ്ടി ഒരു കാര്യം ഹലാലാക്കിയാൽ അത് ആ അത്യാവശ്യത്തിന്റെ ഖദറിൽ നിർത്തിക്കൊള്ളണം. വിട്ടുകിടക്കാൻ പറ്റോ? അതെല്ലായിടത്തുള്ള നിയമമാണ്. അതുകൊണ്ടാണല്ലോ ഖാലൽ മാവർദിയു, അഖ്ലൽ ഖുലാത്തൽ മാവർദി പറഞ്ഞില്ലേ, ലൗ അറഫഹ അശാഹിദു ബിനദറത്തി, ഷാഹിദ് കണ്ടുപിടിച്ച് പെണ്ണാരാണ് പിന്നെ നോക്കിക്കൊണ്ടിരിക്കൽ. ലം തജു സാനിയ ഔ ബിറുയത്തി ബഅദി വജീഹ ലം യജുദു ലഹു റുയത്തു കുല്ലിഹി. പറ്റോ? എന്നാൽ റുയാനി പറഞ്ഞിട്ടുണ്ടല്ലോ ബഹറിൽ, വമാ ഫിൽ ബഹരി അൻ ജംഹൂരി മിനൽ ഫുഖഹാഇ അന്നഹു യസ്തൗഇബുഹു, മുഖം മുഴുവനും എന്താക്കാം? അന്നഹു യസ്തൗഇബുഹു, മുഖം വേണ്ട പോലെ നോക്കിക്കോ. വമാ ഫിൽ ബഹരി അൻ ജംഹൂരി മിനൽ ഫുഖഹാഇ അന്നഹു യസ്തൗഇബുഹു, അത് മബ്നിയൻ അലൽ ലഈഫി സാബിഖി, മുമ്പ് ഒരു സാബിഖായ ലഈഫില്ലേ 193 മുഖം പ്രശ്നമില്ല, അതിന്റെ മേലെ നടന്നു പോയതാണ്. അരി
ഈ ബഹ്റിൽ പറഞ്ഞ മുസ്ലിം ആ മിൻ ഹില്ലി നളരി വജീഹാ ഹൈസു ലാ ഫിത്ന വലാ ശഹ്വാത്ത്. വകുല്ലു മാ ഹല്ല ലഹു നളറുഹു മിൻഹാ ലിൽ ഹാജത്തി. ഇനി അക്സ് പറ. ആണിന് പെണ്ണിൽ നിന്ന് നോക്കൽ ജായിസായ എല്ലാം തന്നെ അക്സും പറ്റും. എങ്ങനെ? അതേപോലെ ഡോക്ടർ പെണ്ണായി എന്നാ ഇപ്പം പറഞ്ഞത് ആണ് ഇലാജ് നടത്തുന്നു, ആണ് തലീമ് നടത്തുന്നു എന്നല്ല. വകുല്ലുമാ ഹല്ലലഹു നദറുഹു മിന്നാലിൽ ഹാജത്തി യഹില്ലു ലഹാ നദറുഹു മിൻഹു. നദറുഹു എന്ന് പറഞ്ഞാൽ അമ മാഹല്ല. മാഹല്ലപ്പ അവിടെ തനീസാക്കണ്ടല്ല. വകുല്ലുമാ ഹല്ലലഹു നദറുഹു മിൻഹാ ലിൽ ഹാജത്തി യഹില്ലു ലഹാ നദറുഹു ഇത് മിൻഹു ലിൽ ഹാജത്തി അയ്ളൻ കൽ മുആമലത്തി വഗൈരിഹാ മിമ്മാ മറ. 202 മുതൽ 204 വരെ എന്തെല്ലാം നോക്കൽ അനുവദിച്ചോ അതെല്ലാം എന്താകും? പെണ്ണിനെ ആണിനെ നോക്കാം നോക്കാം അല്ലേ?